എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ പക്കോടയുടെ റെസിപ്പിയാണ്. ചിക്കൻ പക്കോട പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും ടേസ്റ്റും ഈസിയുമായിട്ടുള്ളൊരു രീതിയിലാണ് ഇന്നിവിടെ പക്കോട ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടെ ഒന്ന് ആക്ടിവേറ്റ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പക്കോടയ്ക്ക് വേണ്ടിയിട്ട് അധികം വലിപ്പമില്ലാത്ത എല്ലോട് കൂടിയ ഇറച്ചിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചിക്കനിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് വേണ്ടതനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരിക്ക് പകരമായിട്ട് നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. 1 സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചേരുവകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കിനി വേറെ ഒരു പൊടികളും ചേർത്ത് കൊടുക്കുന്നില്ല. ചിലപ്പോൾ ഇതിലേക്ക് ഗരം മസാല ചേർക്കണമെന്നൊക്കെ കുറച്ച് പേർക്ക് ഡൗട്ട് കാണും. ഈ ഒരു റെസിപ്പിക്ക് ഗരം മസാലയുടെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റായിട്ട് വരും. ചിക്കനിൽ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. പെട്ടെന്ന് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 20 മിനിറ്റ് വെച്ചാൽ മതി. ഇനി പക്കോടയ്ക്ക് വേണ്ട സാധനങ്ങൾ: 1/2 കപ്പ് കടലമാവ്, 1/4 കപ്പ് മൈദ, അതിലും കുറച്ചും കൂടെ കുറവ് അരിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത്രയും സാധനങ്ങളാണ് പക്കോടയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വച്ചിരിക്കുന്നത്. ഈ പൊടികൾ കുറേശ്ശെയായിട്ട് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. കോൺഫ്ലവർ എടുത്തു വച്ചിരിക്കുന്നത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ചേരുവകൾ പിന്നീട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, 1 മുട്ടയുടെ വെള്ള, ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചേരുവകളെല്ലാം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഈ കൂട്ടിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനധികം കോട്ടിങ് ആയിട്ടില്ല. ഇനി ഇതിലേക്ക് ബാക്കി പൊടികളും കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ കോട്ടിങ് ആയിന്ന് തോന്നുന്നത് വരെ ഇതുപോലെ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നതിലും കൂടുതൽ ഒട്ടും പൊടി ചേർത്ത് കൊടുക്കരുത്. ഒരുപാട് പൊടി ചേർത്ത് ഒരുപാട് കോട്ടിങ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഈ പക്കോടയ്ക്കകത്ത് എണ്ണ കുടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതുപോലെ പിന്നീട് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 1-2 സ്പൂൺ വെള്ളം മാത്രമേ ഇതുപോലെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. പൊടികളും വെള്ളവും നോക്കി ഒന്ന് ചേർത്ത് കൊടുക്കണം. കുറച്ച് ശ്രദ്ധയോട് കൂടിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഈ പൊടികൾ ചേർത്ത സമയത്ത് ഉപ്പ് ചേർക്കാൻ മറന്നുപോയായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പക്കോടയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് പാകം മനസ്സിലാകും. ചിക്കനിൽ ഈ ചേരുവകളുടെ എല്ലാം കോട്ടിങ് ഈ ഒരു രീതിയിൽ വരണം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കി നല്ല ചൂടായ എണ്ണയിൽ പക്കോട ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ചൂടായോ എന്നറിയാൻ ഇതുപോലെ കുറച്ച് കൂട്ട് ആദ്യം ഇട്ട് കൊടുത്ത് നോക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ മാത്രമേ പക്കോട ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം തീയൊന്ന് കുറച്ചിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ പക്കോടയുടെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കോടയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പിയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാനതിനുള്ള മറുപടി തരുന്നതായിരിക്കും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.